ഹലോ എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് കളിച്ച് നടക്കാനുള്ള സമയമില്ല, നല്ല രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. സോ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ്, അതായത് താപം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നല്ല ചൂട് വെള്ളത്തിൽ നിങ്ങളൊരു സ്റ്റീലിൻ്റെ ഒരു സ്പൂൺ ഇട്ട് വെക്കുന്നു. നല്ല ചൂടുവെള്ളമാണെന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾ ആ ഒരു സ്പൂൺ ഇട്ട് വെച്ചതിന് ശേഷം അല്പസമയം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു സ്പൂണ് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ സ്പൂണ് കംപ്ലീറ്റ് ആയിട്ട് ചൂടായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അവിടെ എന്താ ശരിക്കും സംഭവിച്ചത്? ഏറ്റവും ആദ്യം നമ്മൾ ആ ഒരു സ്പൂണ് നമ്മൾ ആ ഒരു ചൂടുവെള്ളത്തിൽ ഇട്ട സമയത്ത് ആ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്പൂണിൻ്റെ ഭാഗം മാത്രമായിരുന്നു ചൂടായത്. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് അവിടെ ഉണ്ടായ ചൂട് ആ സ്പൂണ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ താപപ്രേഷണം എന്ന് പറയുന്നത്. അതായത് ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഈസ് ടേംഡ് ആസ് ഹീറ്റ് ട്രാൻസ്മിഷൻ. താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തിലേക്ക് പ്രവഹിക്കുന്നതിനെയാണ് നമ്മൾ താപപ്രേഷണം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും സോളിഡ്സ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഇവരിലൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നതെന്നാണ് അടുത്തതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്തെടുക്കാം, സോളിഡ്സിൽ എങ്ങനെയാണെന്ന് എടുക്കാം. അപ്പോൾ സോളിഡ്സ് പറഞ്ഞു തരാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അലൂമിനിയം കമ്പി അല്ലെങ്കിൽ ഒരു ഹാക്സോ ബ്ലേഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ആ അലൂമിനിയം കമ്പിയിൽ ഞാനിതാ ഇതുപോലെ കുറച്ച് നമ്മുടെ മൊട്ട സൂചി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു സൈഡിൽ നിന്ന് ഞാനിതാ ഹീറ്റ് ആക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഹീറ്റ് ആക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് കാണുന്നത്? ഓരോ മൊട്ട സൂചികളായിട്ട് ഇങ്ങനെ താഴോട്ട് വീഴുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം ഏത് മൊട്ട സൂചിക്കാണോ ചൂടാവുന്നത് അത് ആദ്യം തന്നെ താഴേക്ക് വീഴുന്നു. അങ്ങനെ ക്രമമായിട്ട് ഓരോ മൊട്ട സൂചി താഴോട്ട് വീഴുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോൾ അലൂമിനിയം കമ്പിയാണ് എടുത്തത്. അലൂമിനിയം കമ്പി എന്ന് പറയുന്നത് എന്താണ്? സോളിഡ്സ് ആണ്. സോളിഡ്സിന്റെ പ്രത്യേകത എന്താണ്? അവിടെ മോളിക്യൂൾസ്, തന്മാത്രകൾ എന്ന് പറയുന്നത് ഭയങ്കര ക്ലോസ്ലി പാക്കഡ് ആണ്. അപ്പം നമ്മളിതാ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു സൈഡിൽ ഞാനിതാ ഹീറ്റ് കൊടുത്തു. അപ്പോൾ ആ ഹീറ്റ് അല്ലെങ്കിൽ ആ താപം ആ ഒരു തന്മാത്ര സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? അത് അടുത്ത തന്മാത്രയ്ക്ക് കൊടുക്കും. ആ തന്മാത്ര ആ ഒരു ഹീറ്റ് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും? അടുത്ത തന്മാത്രയ്ക്ക് കൊടുക്കും. അതായത് ഇവിടെ ഒരു തന്മാത്ര എന്ത് ചെയ്യുവാണ്? ഹീറ്റിനെ സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ ഹീറ്റിനെ ആഗിരണം ചെയ്തിട്ട് തൊട്ടടുത്ത തന്മാത്രയ്ക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ആക്ച്വൽ മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല അല്ലെ. ഇവിടെ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഹീറ്റ് ട്രാൻസ്മിഷൻ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം എന്ന് പറയുന്നത്. അപ്പൊ ചാലനത്തിലൂടെ ഹീറ്റ് ട്രാൻസ്മിഷൻ എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ സോളിഡ്സിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടക്ഷൻ എന്താണ്, ചാലനം എന്താണെന്ന് മനസ്സിലായല്ലോ. ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്ത തന്മാത്രയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇങ്ങനെ കൈമാറി താപപ്രേഷണം നടത്തുന്ന രീതിയെയാണ് നമ്മൾ ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. മോളിക്യൂൾസ് അറ്റ് ദ വൺ എൻഡ് റിസീവ് ദ ഹീറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇറ്റ് ടു ദി നിയറസ്റ്റ് മോളിക്യൂൾ. അവിടെ ദർ ഇസ് നോ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി മോളിക്യൂൾസ്. മോളിക്യൂൾസിന് അവിടെ ഒരു സ്ഥാനമാറ്റം ഇല്ല എന്ന് മക്കൾ നോട്ട് ചെയ്യുക. അതുപോലെ സോളിഡ്സിലാണ് ഇത് നടക്കുന്നത് എന്നും നോട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിക്വിഡ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം. അപ്പം ലിക്വിഡ്സിൽ സംഭവിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതാ നോർമൽ വാട്ടർ എടുത്തിരിക്കുന്ന ഒരു ജാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്ത ഒരു ചൂടുവെള്ളം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് ഫസ്റ്റത്തേത് നോർമൽ വാട്ടറാണ്, സെക്കൻഡ് നമ്മുടെ ചൂടുവെള്ളമാണ്. അതിനകത്ത് ആ കളർ കിട്ടാനായിട്ടാണ് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് ഇങ്ങനെ ചുറ്റുപാടും ഈ കളർ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്ത ഈ ഒരു ജാറിൻ്റെ മുകളിലോട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു പ്ലാസ്റ്റിക് ജാർ, അതായത് ഈ തണുത്ത വെള്ളം ഞാനിതാ ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഞാൻ വെച്ചു. അങ്ങനെ വെച്ച സമയത്ത് ഇവിടെ എന്താണ് മാറ്റം വന്നതെന്ന് മക്കൾക്ക് മനസ്സിലായോ? എന്തായിരിക്കും ഇവിടെ മാറ്റം വന്നത്? ഇവിടെ നോക്കിയാൽ അറിയാം, താഴ്ഭാഗത്ത് ചൂടുവെള്ളമാണ്, മുകൾ ഭാഗത്ത് നമ്മൾ തണുത്ത വെള്ളമാണ്. അപ്പോൾ ഈ ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ അതിലെ മോളിക്യൂൾസ് എല്ലാം എന്താണ്? ഭയങ്കര ചൂടായിട്ടിരിക്കുവാണ്, ഹീറ്റായിട്ടിരിക്കുവാണ്. അങ്ങനെ ഹീറ്റ് ആവുന്ന സമയത്ത് ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഈ ഒരു ചെറിയ പൈപ്പിലൂടെ മുകളിലോട്ട് പോവുകയും ആ ഒരു മുകളിലോട്ട് പോയ സമയം ഇവിടെ വാക്കമായി, അതായത് ഇവിടെ
ഒന്നുമില്ലാതെ, കാരണം ഇവിടുത്തെ മോളിക്യൂൾസ് ആണ് ചൂട് പിടിച്ച് മുകളിലോട്ട് പോയത്. ആ സ്ഥാനത്തോട്ട് താരതമ്യേന ചൂട് കുറവായിട്ടുള്ള തണുത്ത വെള്ളം വരികയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ മൂവ്മെന്റ് വ്യക്തമായിട്ട് കാണാനാണ് ഇവിടെ നമ്മൾ ഈ ഒരു ചൂടുവെള്ളത്തിന് നമ്മൾ കളർ കൊടുക്കാനായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്തത്. അപ്പോൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ചൂടുവെള്ളം മുകളിലോട്ട് പോകുന്നതും ആ സ്ഥാനത്തോട്ട് തണുത്ത വെള്ളം വരുന്നതും നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും തന്മാത്രകൾക്ക് സംഭവിച്ചത്? തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം സംഭവിച്ചു. ചൂട് പിടിച്ച മോളിക്യൂൾസ് മുകളിലോട്ട് പോവുകയും ചൂട് കുറവായിട്ടുള്ള മോളിക്യൂൾസ് താഴോട്ട് വരികയും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഒരു താപപ്രശ്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ കൺവെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്നത്? ഇത് തന്നെയാണ് ഗ്യാസിലും സംഭവിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സോളിഡ്സിൽ സംഭവിക്കുന്നത് കണ്ടക്ഷൻ ആണെന്ന് പറഞ്ഞു, ലിക്വിഡ്സിൽ സംഭവിക്കുന്നതാണ് നമ്മുടെ കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം പറഞ്ഞു. ഇതേ മെത്തേഡിൽ കൂടി തന്നെയാണ് നമ്മുടെ വാതകങ്ങളിലും താപപ്രശ്നം നടക്കുന്നത്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്മിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഗ്യാസിലും ഈ പറയുന്ന സംവഹനം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം ചൂടാക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചുമ്മാ കൈവച്ച് നോക്കിയാൽ പോലും അവിടെയുള്ള വായുവൊക്കെ ഇങ്ങനെ ചൂടായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം എന്താണ്? വായുവും ഇതുപോലെ തന്നെ ലിക്വിഡ്സിനെ പോലെ തന്നെ ചൂട് പിടിച്ചാൽ മുകളിലേക്ക് പൊങ്ങുകയും ചൂട് കുറവായിട്ടുള്ള മോളിക്യൂൾസ് താഴോട്ട് വരികയുമാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ സീ ബ്രീസും ലാൻഡ് ബ്രീസും കടൽക്കാറ്റും കരക്കാറ്റും ഇതൊക്കെ എന്താണ്? നമ്മുടെ സംവഹനം വഴിയാണ് എന്ന് മക്കളെ നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ തന്മാത്രകൾ എന്ന് പറയുന്നത് അവിടെ ഒരു മാധ്യമം അല്ലെങ്കിൽ മീഡിയമായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മാധ്യമം ആവശ്യമില്ലാത്ത രീതിയിൽ താപപ്രശ്നം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അപ്പം തന്മാത്രകൾക്ക് യാതൊരുവിധ മൂവ്മെന്റും ഇല്ലാതെ നടക്കുന്ന സോളിഡ്സിൽ നടക്കുന്ന രീതിയാണ് കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനം. തന്മാത്രകൾക്ക് ആക്ച്വൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ലിക്വിഡ്സിലും ഗ്യാസിലും നടക്കുന്നതാണ് സംവഹന. ഇനി മീഡിയത്തിന് ആവശ്യമില്ലാതെ നടക്കുന്നതാണ് വികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സൺലൈറ്റ് ഭൂമിയിൽ വരുന്നതോ അതുപോലെ തന്നെ നമുക്ക് ബൾബിൻ്റെ ചോട്ടിയിൽ ഇരുന്നാൽ നമുക്ക് ചൂട് അനുഭവപ്പെടത്തില്ലേ, അതൊക്കെ നമ്മുടെ റേഡിയേഷൻ മൂലമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ് 7 അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം ഇപ്പോൾ 30% ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾ അടിപൊളിയായിട്ട് വേഗം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാനുണ്ട്, USSന് നമുക്ക് പഠിക്കാനുണ്ട്, എല്ലാം നമുക്ക് പവർഫുൾ ആക്കണം, എല്ലാം നമുക്ക് സെറ്റ് ആക്കണം. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.